ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മൂന്നാറിലേക്കാണ്. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. കൂടെ ഇപ്പോൾ ശ്രീതുണ്ട്, ലാൽജി ഉണ്ട്, സുഹിത്തുണ്ട്, പ്രഭാഷ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ജസ്റ്റ് ഇത് ഇറങ്ങാൻ പോകുന്നുള്ളൂ. പോകുന്ന വഴി ഞങ്ങൾ ആദ്യം കയറിയത് മാമല റെസ്റ്റോറൻറ്റിലാണ്. എറണാകുളം മൂന്നാർ റൂട്ടിലെ തിരുവാങ്കുളത്തിനടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം, പുട്ട്, മീൻകറി, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പോർക്ക് റോസ്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റാട്ടോ. മാമല റെസ്റ്റോറൻറ്റിൽ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് വെച്ച് പിടിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജാക്കാടാണ്. രാജാക്കാട് സ്വാഗ് വിസ്ത റിസോർട്ടിൻ്റെ മുമ്പിലാണ്. ഒരു 15 ഏക്കറിൽ മനോഹരമായ റിസോർട്ടാട്ടോ ഈ സ്വാഗ് വിസ്ത റിസോർട്ട്. നമ്മൾ ഈ കാണുന്നത് റിസോർട്ടിലേക്കുള്ള വഴിയാണ്. ഇതിന് 2 സൈഡിലും ഏലത്തോട്ടങ്ങളാണ് കേട്ടോ. വേണ്ട, നല്ല ഭംഗിയായിട്ട് ഏലത്തോട്ടങ്ങളുണ്ട് 2 സൈഡിലും. നല്ല രസമായിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇവിടുത്തെ റിസപ്ഷനാണ്. നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത റിസപ്ഷൻ ഉണ്ട്. റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ റെസ്റ്റൊക്കെ എടുത്തു. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടെ മുകളിലും താഴെയും റൂംസ് ഉണ്ട്. ഞങ്ങൾ 5 പേരുള്ള കാരണം താഴത്തെ റൂമാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. ഈ കോട്ടേജിന് മുമ്പിൽ നിന്ന് നല്ല വ്യൂ ആട്ടോ, കുറേ മലകളൊക്കെ കാണാം. ഞാൻ എന്തായാലും ഈ റൂമിൻ്റെ സൗകര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് 2 ബെഡ് ഉണ്ട്. ഒരു ബെഡിൽ 2 പേർക്ക് കിടക്കാം. അങ്ങനെ 4 പേർക്ക് കിടക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഒരു ടീ കെറ്റിലുണ്ട്. ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു ടേബിളും ഒരു സെറ്റിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു നല്ലൊരു ടോയ്ലറ്റും ഉണ്ട്. ഒരു 5 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലാണ് ആ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ പൂളിലേക്ക് പോകാം. ഈ റിസോർട്ടിലെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ പൂള്.
വലിയ ആൾക്കാർക്ക് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഏരിയ കൂടി അവർ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഈ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ്സൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയാണ് കാണാനിപ്പോൾ. കുളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചിക്കൻ ബാർബിക്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി. ഇവിടെയുള്ള ചേട്ടൻ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് കൂടാതെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഉണ്ട്. ഞങ്ങൾ അധികം തണുപ്പില്ലാഞ്ഞ കാരണം ഞങ്ങൾ ക്യാമ്പ് ഫയർ എടുത്തില്ലായിരുന്നു. പക്ഷേ മ്യൂസിക് ഞങ്ങൾ പരമാവധി എൻജോയ് ചെയ്തിട്ടോ. ഇത് ഞങ്ങളുടെ മുറിയിൽ നിന്നുള്ള അതിരാവിലെയുള്ള കാഴ്ചയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തയ്യാറെടുപ്പിലാണ്. ഇതൊരു വലിയ ഒരു റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം ഒരു 10-30 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. റിസോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കുര്യാക്കോസ് നമ്മോട് പറയും. എൻ്റെ പേര് കുര്യാക്കോസ് മാത്യു. ഞാൻ ഇവിടെ ഈ സ്വാഗോ സ്റ്റാർ റിസോർട്ടിൻ്റെ മാനേജറാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു 15 ഏക്കർ അടുത്ത് നമുക്കിവിടെ സ്ഥലമുള്ളത്. ഈ 15 ഏക്കറിൻ്റെ നടുവിലാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ്. വരുന്നവർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന വെറൈറ്റി റൂംസുകളാണ്. ഒന്ന് നമുക്ക് ട്രീ ഹൗസാണ് നമ്മൾ ചെയ്തിരിക്കുക. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എയർ ഫ്രൈം കോട്ടേജസ് ആണ്. ട്രീ ഹൗസിൽ നമുക്ക് 2 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ട്രീ ഹൗസ് റൂമിൽ അത് 4 എണ്ണമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ നമുക്ക് എയർ ഫ്രൈം കോട്ടേജസ് ഉണ്ട്. എയർ ഫ്രൈം കോട്ടേജസ് നമുക്ക് ഒരു എയർ ഫ്രൈമിൽ 2 റൂമുണ്ട്. മുകളിൽ റൂമുണ്ട്, താഴെ റൂമുണ്ട്. മുകളിലത്തെ റൂം നമ്മൾ ക്ലാസിക് റൂം എന്ന് പറയാം. അവിടെ നമുക്ക് 2 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് താഴെ പ്രീമിയം റൂംസ് ഉണ്ട്. അത് സ്യൂട്ട് റൂമാണ്. അവിടെ നമുക്ക് 2 കോട്ടുണ്ട്. ഒരു ഡബിൾ ബെഡും ഉണ്ട്, ക്യൂൻ ബെഡും ഉണ്ട്. നമുക്ക് അവിടെ ഒരു 3 പേരെ അടുത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂളാണ്. നല്ല വിശാലമായ സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാൻ സൗകര്യമുണ്ട്. BBQ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ദിവസം 6 മാസം അടുത്തായിട്ടുള്ളൂ. കസ്റ്റമേഴ്സിന്റെ അടുത്താണ് നല്ല റെസ്പോൺസ് ആണ് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ ട്രക്കിംഗ് അറേഞ്ച് കൊടുക്കുന്നുണ്ടോ നിങ്ങളിവിടെ? ഞങ്ങൾക്കിവിടെ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ലോക്കൽസ് കണ്ടാൽ ധാരാളം ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പൊന്മുടി ഡാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ഏരിയ ആണ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോർട്ട് ഇവിടെ ഉണ്ട്. ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഞാൻ അതിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ഷൈൻ.